നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDFിനേറ്റ കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്നും ഇപ്പോഴും സഖാക്കൾക്ക് തിരികെ വരാൻ കഴിഞ്ഞിട്ടില്ല. തെറ്റുകൾ തിരുത്തും, തിരുത്തി തന്നെ മുന്നേറുമെന്ന് സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒരേ സ്വരത്തിൽ പറയുമ്പോഴും പല സഖാക്കളും തിരിച്ചടിയുടെ നിരാശയിൽ തന്നെയാണ്. ആ തക്കം നോക്കി LDF സർക്കാരിനെ തകർക്കാൻ, LDF സർക്കാരിനെ കടന്നാക്രമിക്കാൻ പ്രതിപക്ഷവും മാധ്യമപ്രവർത്തകരും ഗൂഢലക്ഷ്യമിട്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ പടിയാണ് ഇന്നും ഇന്നലെയുമൊക്കെയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് സാമുദായിക സംഘടനകളുടെ പിന്തുണ ഈ സർക്കാരിന് ഇല്ലാതാക്കുക. അതാണ് ഇവരുടെ ലക്ഷ്യം. മതത്തിനിട്ട് കൊട്ടുകയാണ്. പുതിയ ഒരു തന്ത്രം പയറ്റുകയാണ് ഇവിടെ പ്രതിപക്ഷവും മാപ്രകളും. അതിൻ്റെ ഭാഗമായി എന്താണ് അവർ കാണിച്ചു കൂട്ടിയത്? ഇന്നലെ തന്നെ ഈ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. എന്നാൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന വേദിയിൽ നിരവധി മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യം ഒരൊറ്റ കാര്യമായിരുന്നു. പ്രോഗ്രസ് റിപ്പോർട്ടിൽ എന്തൊക്കെ പറയുന്നു എന്നുള്ളതല്ല. പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് നന്നായി അറിയാം. കാരണം എല്ലാ മേഖലകളിലും വികസനം വന്നിട്ടുണ്ട്. വികസനം വന്നിട്ടില്ല എന്നാണ് മാധ്യമപ്രവർത്തകർ പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന വാർത്ത. അപ്പോൾ സത്യസന്ധമായ ഈ കാര്യങ്ങൾ പൊതു സമൂഹം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാധ്യമപ്രവർത്തകർക്കും പ്രതിപക്ഷത്തിനൊക്കെ വലിയ കോട്ടം ചെയ്യും. അതുകൊണ്ട് എവിടെ മുഖ്യമന്ത്രി പരിപാടി അവതരിപ്പിച്ചാലും ആ പരിപാടി കവർ ചെയ്യുക, അതിൽ നിന്ന് വളച്ചൊടിക്കാൻ കഴിയുന്ന വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്ന പുതിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി അവർ പോയ ശേഷം അവിടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടയിൽ ഈ ദുരന്തമുഖത്ത് സർക്കാർ ചെയ്ത പല പ്രവർത്തനങ്ങൾ, കിറ്റ് കൊടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനത്തെ ഒരു സാഹചര്യത്തെ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അന്ന് സർക്കാർ കളിച്ച നാടകമാണ് എന്ന മട്ടിൽ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്ന സാഹചര്യം ഉണ്ടായി. ഇടത് സഹയാത്രികനാണ് അദ്ദേഹം ഇട്ട ആ പോസ്റ്റിൽ മുഖ്യമന്ത്രിക്ക് അത് കണ്ടപ്പോൾ ഒരുപാട് ദേഷ്യം തോന്നി. അദ്ദേഹം അതിനെതിരെയുള്ളൊരു അതൃപ്തി ആ വേദിയിൽ പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. കാരണം കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനൊന്നും വേണ്ടി സർക്കാർ ചെയ്തൊരു കാര്യമല്ല. മാത്രമല്ല കിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മലയാളികൾ വോട്ട് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ മലയാളികൾ അത്ര വില കുറച്ച് കാണിക്കുകയാണ്. അപ്പോൾ അത് ഒരു വിവരദോഷമാണെന്ന് മുഖ്യമന്ത്രിയോട് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഉടനെ തന്നെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയാണ്. യാക്കോബായ സഭയുടെ ഒരു പ്രതികരണമാണ്, ഒരു അഭിപ്രായമാണ്, നിലപാടാണ് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയാണ്. യാക്കോബായ സഭ രംഗത്ത് വന്നിട്ട് പറയുന്നു ഇത് ഞങ്ങളുടെ നിലപാടല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ വാർത്ത ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ക്രൈസ്തവർക്കിടയിൽ ഈ പിന്തുണ, അതായത് LDFിന് കൊടുത്തിരിക്കുന്ന പിന്തുണ ഇല്ലാതാക്കാനും ഒപ്പം ക്രൈസ്തവ സഖാക്കളെയൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് വലിച്ചു പറിച്ചെടുക്കാനൊക്കെ വേണ്ടിയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. മതത്തിന് കൊട്ടുമ്പോൾ, സമുദായത്തിന് കൊട്ടുമ്പോൾ അത് വലിയ തോതിൽ പാർട്ടിക്ക് കോട്ടം ചെയ്യും, അത് ഈ പറയുന്ന സഖാക്കളെ അടർത്തിയെടുക്കാൻ ഉപകാരപ്പെടുമെന്നൊക്കെ നന്നായി മാധ്യമപ്രവർത്തകർ അറിയാവുന്നതുകൊണ്ട് അവർ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് തന്നെ നമുക്ക് സമൂഹ മാധ്യമങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിതിനെ പ്രതിരോധിക്കേണ്ട കാര്യമുണ്ടോ എന്നോർത്ത് പല സഖാക്കളുമൊക്കെ സ്വാഭാവികമായിട്ടും മാറി നിൽക്കുന്നൊരു കാര്യമുണ്ട്. കാരണം ഞാൻ യാക്കോബായ സഭാംഗമാണ്, അപ്പോൾ ഞാൻ അതിനെ പ്രതിരോധിക്കേണ്ട കാര്യമുണ്ടോ എന്നോർത്ത് മാറി നിൽക്കുകയാണ്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത മുഴുവനും ആ രീതിയിലാണല്ലോ. കാര്യം മുഖ്യമന്ത്രി വലിയൊരു അതൃപ്തി രേഖപ്പെടുത്തി വിവരദോഷി എന്ന് വിളിച്ചു എന്ന രീതിയിലൊക്കെയാണല്ലോ. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം, എന്താണ് അതിൻ്റെ വശം എന്നൊന്നും മാധ്യമങ്ങൾ പറയുന്നില്ല. ഒരു വൺ സൈഡ് പിടിച്ചുള്ള വാർത്തയാണ് കടന്നു പോകുന്നത്. അതിൽ ഒരു യാഥാർത്ഥ്യവുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിരിക്കുകയാണ്. ഈ പറയുന്ന ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസും മുഖ്യമന്ത്രിയും തമ്മിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇടിയൊക്കെയാണെന്ന രീതിയിലൊക്കെയാണ് പല മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് ഇന്ന് നമുക്ക് തന്നെ ഗീവർഗീസ് മാർ കൂറിലോസിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായതാണ്. അദ്ദേഹം പറയുന്നത് ഞാനിപ്പോൾ ഇടതുപക്ഷം തന്നെയാണ്, ദയവ് ചെയ്ത് തന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്കൊന്നും വലിച്ചടയ്ക്കരുത്, എനിക്ക് അതിലൊന്നും പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. പക്ഷേ മാധ്യമങ്ങൾ വിടുന്നില്ല. അവരുടെ അജണ്ട എന്താണെന്ന് അച്ഛന് നന്നായിട്ട് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, ഇതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒരു വാക്കും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. മറ്റൊരു പ്രതികരണത്തിന് ഞാൻ തയ്യാറല്ല. ക്ഷമിക്കണം. അതെപ്പോഴും അങ്ങനെയായിരിക്കും. ഞാൻ എന്നും ഇടതുപക്ഷത്താണ്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ ഹൃദയപക്ഷം തന്നെയാണ് എൻ്റെ പക്ഷം. അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഗീവർഗീസ് മാർ കൂറിലോസിൻ്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള സമുദായ സംഘടനകളെയൊക്കെ ഇതാ കണ്ടോ, ഇതിങ്ങനെയാണ്, മുഖ്യമന്ത്രി ഇങ്ങനെയാണ് എന്ന രീതിയിലേക്ക് ആ ഒരു പോസ്റ്റിനെ മുന്നോട്ട് വെച്ച്, ആ പോസ്റ്റിൽ മുഖ്യമന്ത്രി പറഞ്ഞ പ്രതികരണത്തെ മുന്നോട്ട് വെച്ച് അവർ ഒരു തെറ്റിദ്ധാരണ വരുത്തുകയാണ്. കണ്ടില്ലേ, ഇത് സാമുദായിക മേലധ്യക്ഷന്മാരെ, പുരോഹിതരെയൊക്കെ മുഖ്യമന്ത്രി ഇങ്ങനെ ആക്ഷേപിക്കുകയാണ് എന്ന് ഒക്കെ പറഞ്ഞു വരുത്തുകയാണ്. മുഖ്യമന്ത്രി ഒരു വലിയ ധിക്കാരിയാണ്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭാവമാണ്, തന്നെ ആരും ചോദ്യം ചെയ്യില്ല എന്ന ഭാവമാണ് എന്ന രീതിയിലൊക്കെ ഒരു സംഗതി പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പല സാമുദായിക സംഘടനകളെയും പല നേതാക്കളുമൊക്കെ, അതായത് കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള പല നേതാക്കളും
പല പ്രതികരണവും രേഖപ്പെടുത്തി രംഗത്തേക്ക് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തുമ്പോഴും അതിൻ്റെ വസ്തുത മനസ്സിലാക്കി ഇപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ ഗീവർഗീസ് മാർ കൂറിലോസിനെ പോലുള്ള ആളുകളൊക്കെ അവർ അതിന് വലിയൊരു വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ ഈ പറയുന്ന ഗീവർഗീസ് മാർ കൂറിലോസിന് പോലും യാതൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. പക്ഷേ മാധ്യമങ്ങൾ അത് വേറെ രീതിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ SNDPയെയും അതുപോലെ തന്നെ NSSനെയും ഒക്കെ ഈ രീതിയിൽ അടർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. സഖാക്കൾ ഉറങ്ങിക്കിടക്കുകയാണ് എന്ന് നന്നായി തന്നെ അവർക്കറിയാം. കാരണം സൈബർ ലോകത്ത്, സൈബർ ഇടങ്ങളിലൊക്കെ ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ആ കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിൽ സഖാക്കളൊക്കെ ഇപ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഒരു എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെ മാക്സിമം മുതലെടുക്കുക എന്നതാണ് ഇവരിപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. മാത്രവുമല്ല പല കോലിബി സഖ്യത്തിൻ്റെ സൈബർ പടകളുമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഞാൻ സഖാവാണ് എന്ന രീതിയിൽ വന്ന് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്ന സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിയാണ് ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി ചെയ്യുന്ന തെക്കോട്ട് തിരിയുന്നതിനെയും വലത്തോട്ട് തിരിയുന്നതിനെയും ഒക്കെ വാർത്തയാക്കിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ മാക്സിമം മുഖ്യമന്ത്രിയുടെ ഇമേജ് ഇടിക്കുക, അതുവഴി LDFനെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യമാണ് ഇട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയോട് മാതൃഭൂമിയിലെ റിപ്പോർട്ടർ ചോദിക്കുകയാണ്, CMA 19 സീറ്റ് ഇത്തവണ നഷ്ടപ്പെട്ടല്ലോ, എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ്, നിങ്ങൾ അതിപ്പോഴാണോ അറിഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അത് ഒരു വാർത്തയായിട്ട് അവർ കൊടുക്കുകയാണ്. എങ്ങനെയാണ് ആ വാർത്തയായിട്ട് കൊടുക്കുന്നത്? മുഖ്യമന്ത്രിക്ക് ഒരു മാറ്റമൊന്നുമില്ല, മുഖ്യമന്ത്രി വളരെ ധിക്കാരിയാണെന്ന മട്ടിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവർ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ധിക്കാരിയാണ്, അദ്ദേഹത്തിന് ആരെയും പേടിയില്ല, മാത്രമല്ല അദ്ദേഹം ആര് പറഞ്ഞാലും കേൾക്കില്ല, അദ്ദേഹം ഒരു ഏകാധിപതിയാണ് എന്ന രീതിയിലുള്ള ഒരു ചിത്രം മുഖ്യമന്ത്രിക്ക് ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ മാക്സിമം തെറ്റിദ്ധാരണ പരത്തുന്ന വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നുണ്ട്. എന്തായാലും സർക്കാരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പടച്ചുവിടുമ്പോഴും ആ വ്യാജ വാർത്തകൾക്കെതിരെ അതിശക്തമായിട്ട് പ്രതികരിക്കേണ്ട ബാധ്യത അത് സർക്കാരിനുണ്ട്. അത് മുഖ്യമന്ത്രിയാണെങ്കിലും ഏത് മന്ത്രിമാരാണെങ്കിലും ഏത് MLA മാരാണെങ്കിലും ഇനി അങ്ങോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് മാത്രമാണ്. അതായത് നമുക്കെതിരെ, അതായത് സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഒക്കെ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, വിവാദങ്ങൾ അവർ ഉന്നയിക്കുമ്പോൾ തെളിവില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നുണ വാർത്തകളെടുത്ത് അന്തിചർച്ചകൾ നടത്തുമ്പോൾ ആ അന്തിചർച്ചകൾ നടത്തുന്നതിനെതിരെ വളരെ വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ വ്യക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാതെ മൗനം പാലിച്ച് മുഖം തിരിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും മാധ്യമങ്ങൾ ഇപ്പോൾ കളിക്കുന്ന കളി തീക്കളിയാണ്. ആരോപണങ്ങളൊക്കെ അവർ കൈവിട്ടു. കാരണം ആരോപണങ്ങളൊക്കെ ഒരുപാട് ഇറക്കി നോക്കി, ഒരു രക്ഷയുമില്ല. ഇനി മതത്തിനകത്ത് പലതും ഇഞ്ചക്ട് ചെയ്തുകൊണ്ട്, കുത്തിത്തിരിപ്പ് ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് അതൊരു വാർത്താ രൂപത്തിലാക്കി ക്രൈസ്തവരെ മുഴുവൻ സർക്കാരിനെതിരെ തിരിക്കാനുള്ള ശ്രമമാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗം ആദ്യഘട്ടം നടന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവർ കൊടുക്കുന്ന ഒരു പിന്തുണ ഭയങ്കരമാണെന്നറിയാം. പ്രത്യേകിച്ച് യാക്കോബായ സഭ കൊടുക്കുന്ന ഒരു പിന്തുണ, സർക്കാരിന് കൊടുക്കുന്ന പിന്തുണ ഭയങ്കരമാണെന്നറിയാം. സർക്കാരിനൊപ്പം തന്നെയാണ് യാക്കോബായ സഭ എന്നറിയാം. അതുകൊണ്ട് ആ സഭയെ എങ്ങനെയെങ്കിലും അവിടെ നടത്തിയെടുത്ത് അങ്ങ് മാറ്റുക എന്ന ഒരു ലക്ഷ്യമാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കടുത്ത യാക്കോബായ വിശ്വാസികളെ മുഴുവൻ പ്രകോപിപ്പിക്കുക, അതുപോലെ തന്നെ അവരെയൊക്കെ ഈ പറയുന്നത് പോലെ ഈ പാർട്ടിയിൽ നിന്ന് പറിച്ചു നീക്കി അവരെയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവരിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കി സർക്കാരിൻ്റെ മുഖം വികൃതമാക്കുക എന്നതാണ് ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ നടക്കാനും സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നതാണ്ട് ഈ ഗീവർഗീസ് മാർ കൂറിലോസ് വന്നിട്ട് ആ വിഷയത്തിൽ നടത്തിയ പ്രതികരണം ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ. കാരണം അദ്ദേഹം പറഞ്ഞു, ദൈവത്തോർത്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളച്ചൊടിക്കല്ലേ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് അവിടെ അവസാനിച്ചു. പക്ഷേ മാധ്യമങ്ങൾ അത് അവിടെ നിർത്താനായിട്ടുള്ള ഒരു വഴിയും കാണുന്നില്ല. അതായത് അവർ വെള്ളാപ്പള്ളി നടേശനെയും അങ്ങനെയുള്ള പല സാമുദായിക നേതാക്കന്മാരുടെയൊക്കെ പ്രതികരണങ്ങൾ എടുത്ത് മുന്നോട്ട് വെച്ച് എന്തുകൊണ്ട് അതിനെതിരെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് ഇതിനെതിരെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തോന്നും, ശരിയാണല്ലോ, മുഖ്യമന്ത്രിയെ പ്രതികരിക്കുന്നില്ലല്ലോ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പ്രതികരിക്കാത്തതെന്നൊക്കെ. പക്ഷേ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവന, ആ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയെ അവിടെ പറയാനുണ്ടായ സാഹചര്യം അതെന്താണെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ SNDPക്കെതിരെയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും NSSനെതിരെയാണെങ്കിലോ ഏത് സാമുദായിക സംഘടനയിലെ നേതാക്കന്മാർ എപ്പോഴൊക്കെ ഏതൊക്കെ കാലഘട്ടത്തിൽ എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ആ വിമർശനങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായ മറുപടി കൊടുത്തിട്ടുള്ള ഒരാളാണ് മുഖ്യമന്ത്രി എന്ന് നമുക്കറിയാം. അതിൻ്റെ പേരിൽ പലപ്പോഴും ഈ സാമുദായിക സംഘടനകളൊക്കെ പിണങ്ങി നിന്നിട്ടുള്ള സാഹചര്യവുമുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ്.
ആ ആക്രമണങ്ങൾക്ക് മുമ്പിൽ ആക്രമണത്തിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി മാധ്യമപ്രവർത്തകർ കിണഞ്ഞു നിൽക്കുകയാണ്. അവർക്ക് ഒരു കാര്യം നന്നായി അറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ, അതായത് ഈ LDFനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി വലിയൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾക്ക് നന്നായി അറിയാം. കാരണം വ്യാജ പ്രചരണങ്ങളും വ്യാജ വാർത്തകളും കൊടുത്ത് ജനങ്ങളെ എത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം അവർ തെറ്റിദ്ധരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പ്രതിപക്ഷത്തിന് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ വസ്തുതയാണ്. അപ്പോൾ അത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ ഇറക്കി തന്നെ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഒക്കെ LDFനെ തറ പറ്റിക്കുക, LDFനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, സഖാക്കൾ അതിനെതിരെ മുഖം തിരിച്ച് പ്രതികരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ പറയുന്ന പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ അതൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായ അനുഭവത്തേക്കാൾ ഭീതി വളർത്തുന്ന രീതിയിലുള്ള കനത്ത പരാജയങ്ങളായിരിക്കും സമ്മാനിക്കുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സത്യം തുറന്നു പറയുന്നതിൽ യാതൊരു ഭയവും നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതുകൂടി നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്.